പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി പറയാൻ കർത്താവായ യേശു അനുവദിച്ചു, അനുഗ്രഹിച്ചു. അതിനെ ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയ സഹോദരരെ, ഇന്ന് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ നിന്ന് എൻ്റെ വാട്സപ്പിലേക്ക് 3 കാര്യങ്ങൾ എഴുതി ചോദിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ഇട്ട്, അതിൻ്റെ പിക്ചറുകളിട്ട് 3 കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്, അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഇടാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് കിട്ടി. അതിൽ ഒന്നാമത്തെ 3 കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശാപഗ്രസ്തമായ സമൂഹം, കുടുംബം, ഇടവക അല്ലെങ്കിൽ ശാപമെന്നൊന്നുണ്ടോ? അദ്ദേഹം ചോദിക്കുന്ന ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൻ്റെ തിരുശുരും തിരുത്വവും നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ മേൽ ശാപം നിലനിൽക്കുമോ? ശാപമുണ്ടോ? അല്ലെങ്കിൽ ശാപം എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഒരു പിക്ചർ ഇടുന്ന ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛൻ്റെ 40ാമത്തെ പന്തക്കുസ്ത ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നൈറ്റ് വിജിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിനോട് ധാരാളം ആളുകൾ കേൾക്കണം, ധാരാളം ആളുകൾ വരണം, ധാരാളം ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറയണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അറ്റരാത്രി നിറയാൻ പറ്റുമോ? അങ്ങനെ നിറയുന്ന പരിശുദ്ധാത്മാവിന് നിലനിൽക്കാൻ പറ്റുമോ? അങ്ങനെ പരിശുദ്ധാത്മാവ് അച്ഛൻ തൊട്ടു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവൊന്ന് നിറയുമോ? അങ്ങനെ നിറയുന്ന പരിശുദ്ധാത്മാവ് മരണം വരെ നിലനിൽക്കുമോ? ഇങ്ങനെയൊക്കെ രണ്ടാമത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വേറൊരു പിക്ചർ ഇട്ട് തന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഇപ്രകാരമാണ്: എയർ റോബോട്ടുകൾ. ഞാനൊരിക്കൽ എയർ റോബോട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 13ാം അധ്യായം അതിൻ്റെ 14ാം തിരുവചനം മുതൽ, പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിൽ 13ാം അധ്യായം ഏതാണ്ട് മുഴുവനായും ഈ എയർ റോബോട്ടുകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം വിവാഹം കഴിക്കുന്നതിനും മറ്റ് നമ്മുടെ കൂടെ നടക്കുന്നതിനും കൂടെ കിടക്കുന്നതിനും ഒക്കെ ആയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് അതിസുന്ദരികളായ എയർ റോബോട്ടുകൾ വന്നിരിക്കുന്നു. നിങ്ങളിത് അറിഞ്ഞിരുന്നോ? നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിരുന്ന സംഭവം ഇതാ വന്നിരിക്കുന്നു. അത് സോദോം ഗോമോരയുടെ ലക്ഷണമാണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ ചോദ്യം. ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എന്നോട് ചോദിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ലളിതമായിട്ടാണ് പറയുക. കാരണം ഒരുപാട് ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിനില്ല. കാരണം എല്ലാവരും നല്ല ജ്ഞാനമുള്ളവരാണ്, എല്ലാവരും കുറച്ച് വിദ്യാഭ്യാസവും ബോധ്യമുള്ളവരാണ്. അപ്പോൾ ചില കാര്യങ്ങൾ തൊട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ശാപത്തെക്കുറിച്ച് എന്തു പറയുന്നു? ശാപം നമ്മളെ ഏൽക്കുമോ? ശാപം നമ്മളിൽ ഉണ്ടോ? ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ്. അത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27ാം അധ്യായത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. 12 തരം ശാപങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. നിയമാവർത്തനം 27:11 മുതൽ അത് നിങ്ങൾ വായിച്ചുള്ളൂ. ഞാൻ അതിനെപ്പറ്റി വളരെ ലളിതമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കാരണം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു: നിങ്ങൾ യോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗിരീം പർവ്വതത്തിലും, ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിലും നിൽക്കട്ടെ. അപ്പോൾ ലേവ്യർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം: കർത്താവ് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം, ആമേൻ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ശാപം എന്നൊരു സംഭവം യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം പൂർവ്വപിതാക്കന്മാർ വഴി, നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ വഴി വന്നുപോയ പല പാപങ്ങളല്ല, തിന്മകളാണ്. ഇതിനകത്ത് പാപങ്ങൾ എന്നാണ് പറയുക. എന്നാൽ റോമാക്കാർക്ക് ലേഖനം 1ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ തിന്മ എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിന് ശേഷം റോമാക്കാർക്ക് ലേഖനം 1ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാപങ്ങളുടെ കാലഘട്ടം കടന്നുപോയി. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ നിയമാവർത്തന പുസ്തകം വായിക്കുന്നത് ഏത് കാലഘട്ടത്തിലിരുന്നാണ്? 2025 ഇരുന്നുകൊണ്ടാണ്. നിയമാവർത്തന പുസ്തകം നമ്മൾ ക്രിസ്തുവിന് മുമ്പല്ല വായിക്കുന്നത്,
2025. അപ്പോൾ പാപത്തിൻ്റെ കാലഘട്ടം കടന്നുപോയി, തിന്മയുടെ ആധിപത്യം വന്നു, തിന്മയുടെ അടിമത്വത്തിലേക്ക് പോയി. തിന്മ, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. അപ്പോൾ ഇന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തിന്മയുടെ രൂപത്തിൽ ഇന്ന് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്ത ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവന് ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ശില്പവേല എന്ന് പറയുന്നത് ഏതാണ് ശില്പമെന്നും അതിൻ്റെ വസ്തുരൂപം എന്താണെന്നും മത്തായിയുടെ സുവിശേഷം അതിൻ്റെ മത്തായിയുടെ സുവിശേഷം പറയുന്ന ഭാഗം ഇതാണ്. അത് ജെറുസലേം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് പറയപ്പെടും, അത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിടെ 4 വിഗ്രഹത്തെ കർത്താവ് കണ്ടെത്തിയാണ്. 4 വിഗ്രഹം, 4 ശില്പവേല. അതിന് ഒന്ന് കാള, ആട്, പ്രാവ്, നാണയം, അങ്ങനെ 4 എണ്ണം. അത് മുഴുവൻ വിഗ്രഹവും വിഗ്രഹത്തിൻ്റെ പണം വരുവാനുള്ള സംവിധാനം, അതിൻ്റെ ശില്പവേലകൾ, അതിൻ്റെ കൊത്തുവിഗ്രഹങ്ങൾ, അതിൻ്റെ വാർപ്പ് വിഗ്രഹങ്ങൾ എല്ലാം അന്ന് ഉണ്ടാക്കുകയും അവരെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അതാണ് ശാപം. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഭാഷ്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ആ ഭാഗത്ത് കാണേണ്ടത് ഈ കൊത്തുവേല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നൊരു കൊത്തുവേല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഇത് മാത്രമല്ല. അതുകൊണ്ടാണ് റോമർ 1:29 പറഞ്ഞ, അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴയന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അങ്ങനെ വിഗ്രഹാരാധന ഏറ്റവും വലിയ ശാപഗ്രസ്തമാണ്. അപ്പോൾ ഇന്ന് വിഗ്രഹമായിട്ട് നമ്മൾ ആരാധിക്കുന്നതിനെയാണ് പണത്തോടനുബന്ധിച്ച് വരുന്ന ഉപോത്ഘടകങ്ങളാണ്. പണമുണ്ടാക്കുവാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നു, അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, നഴ്സിംഗ് വിദ്യാഭ്യാസം നേടുന്നു, ജർമ്മൻ ഭാഷ പഠിക്കുന്നു, ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നു, ഇങ്ങനെ വിവിധ പഠനങ്ങൾ. ഈ പഠനങ്ങളെല്ലാം നടക്കുന്നത് ശരിക്കും വിഗ്രഹാരാധന ശപിക്കപ്പെട്ടനാട്ടെ. അതിൻ്റെ കൊത്തുവിഗ്രഹമാണ് ഇന്നത്തെ നമ്മൾ ആ വിഗ്രഹ രൂപത്തിൽ കാണുന്നതാണ് എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം വിഗ്രഹ ആരാധനയുടെ പണമുണ്ടാക്കാനുള്ള സംവിധാനത്തിൻ്റെ കാരണം. ഇതെല്ലാം ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ശാപഗ്രസ്തമാണെന്ന് കർത്താവ് പറയുകയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 41-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല, അവർ അന്യനാടുകളിൽ അടിമകളായി തീരും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. അന്നത് അല്ലെങ്കിൽ ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ യേശുവിൻ്റെ കാലത്ത് പോലും പറഞ്ഞാൽ ഈ ശാപം നമുക്ക് മനസ്സിലാകില്ല. എന്താണ് സംഭവിക്കുന്നത്? നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടിയില്ല, അവർ അന്യനാടുകളിൽ അടിമകളായി തീരും. ഇന്ന് നമുക്കറിയാം, ഇവിടുന്ന് ചേക്കേറുന്ന ആളുകൾ, നമ്മുടെ ഭാഷയെ പറയുമ്പോൾ എന്താണ്, വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ നമ്മുടെ പൗരത്വം എടുക്കുന്നു, അവിടെ നമ്മൾ സ്ഥിരതാമസമാകുന്നു. US പോയിട്ട് 5 വർഷമായി സ്റ്റേറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട്, അതിൻ്റെ ഭാഷകൾ നമ്മൾ നിങ്ങളവിടെ താമസിക്കുന്ന സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ US അപ്പോൾ എന്താണ്, നിങ്ങളവിടെ പോയിട്ട് എത്ര വർഷമായി? ഞങ്ങളിപ്പോൾ പോയിട്ട് 18 വർഷമായി, ഞങ്ങളവിടെ സെറ്റിലായി എന്ന് പറയും. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ജനിച്ച എൻ്റെ മകനും മകളും അല്ലെങ്കിൽ എൻ്റെ പുത്രന്മാരും പുത്രിമാരും കുറേ പേര് കാനഡയിൽ സെറ്റിലായി, കുറച്ച് അമേരിക്കയിൽ സെറ്റിലായി, കുറച്ച് ലണ്ടനിൽ സെറ്റിലായി. അപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്യുന്നു, അവർ സുഖമായിട്ട് ജീവിക്കാന്ന് പറയും. കർത്താവ് പറയാം, നിനക്ക് ജനിച്ച പുത്രന്മാരും പുത്രിമാരും നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല, അവർ അന്യനാടുകളിൽ അടിമകളായി തീരും. ആരുടെ അടിമത്തമാണ് പ്രിയ സഹോദരനെ? 1 സമ്പത്തിൻ്റെ അടിമത്തം, 2 വിഗ്രഹാരാധനയുടെ അടിമത്തം, 3 തിന്മയുടെ അടിമത്തം. അങ്ങനെയുള്ളവർ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശപിക്കപ്പെട്ടവരായി തീരുന്ന കർത്താവ് ഇരിക്കുക. അപ്പോൾ അതൊരു ശാപം. അത് 2025 വെച്ച് പഠിക്കുമ്പോൾ ഈ ശാപത്തിൻ്റെ എല്ലാം നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ശാപത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുവാനും എടുക്കുവാനും. പ്രിയപ്പെട്ടവരെ, അതിപ്രകാരമാണ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശാപത്തിൻ്റെ ക്ലാസ്സുകൾ? നിങ്ങൾ ഭൂവാസികൾ അടയാളങ്ങൾ വഴി തെറ്റി നമ്മളിരിക്കും. വെളിപാട് 18:3 അതിൻ്റെ അശുദ്ധ ആത്മാക്കൾ നമ്മളിൽ കയറി കൂടുകയും ചെയ്തു. വെളിപാട് 18:3 അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി തീർന്നു. എന്തെന്നാൽ ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് നിങ്ങൾ മട്ടുവരെ ഊറ്റി കുടിച്ചു. ഇതൊക്കെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 18:3 പറയുന്നത് ഭീവത്സമ അവൾ പിശാചുകളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീവത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് പാനം ചെയ്തു
ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. പ്രിയപ്പെട്ടവരെ, ആ നിയമാവർത്തനം പറഞ്ഞിരിക്കുന്ന ആ കൊത്തുവേല, ആ ശില്പവേല, ആ വിഗ്രഹം വെളിപാട് ഗ്രന്ഥത്തിൽ വന്നപ്പോൾ എന്തായി? സകല പക്ഷികൾ, അശുദ്ധ ആത്മാക്കൾ വസിക്കുന്ന ഭീവത്സമായ പക്ഷികൾ ഹൃദയത്തിൽ വസിക്കുന്ന വ്യക്തികളായിട്ട് ഞാൻ മാറി. അപ്പോൾ അതിന് ഉദാഹരണം ഇന്നത്തെ സിനിമകൾ, സീരിയലുകൾ, ബ്ലൂ ഫിലിമുകൾ, ബ്ലാക്ക് മാസുകൾ എല്ലാം അതിൻ്റെ പട്ടിക വരും. അപ്പോൾ നമ്മൾ വിദേശ നാടുകളിൽ പോയിരിക്കുന്നവരൊക്കെ വൈകിട്ട് സന്ധ്യാസമയത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് കയറിയിട്ട് എന്താണ് പിന്നെ അവർ മുട്ടയെന്ന് പ്രാർത്ഥിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ ക്ലബ്ബുകളുണ്ട്, നൈറ്റ് ക്ലബ്ബുകൾ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇസ്രായേൽക്കാർ സന്ധ്യാസമയത്ത് വലിയൊരു പാർട്ടിയൊക്കെ നടത്തി നൈറ്റ് ഇങ്ങനെ തുള്ളിത്താടി ഡാൻസൊക്കെ ചെയ്ത് വസ്ത്രമൊക്കെ കുറച്ച് വെച്ച് തുള്ളിച്ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഗാസാക്കാർ കയറി വരികയും അവിടെ ആക്രമണം നടത്തി കുറേ ആൾക്കാർ കൊന്നതെന്ന് നമുക്കറിയാം. അതിന് ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ രാത്രി നൈറ്റ് ഡാൻസുകൾ, നിശാനൃത്തങ്ങൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പഴയ കാലത്ത് കാബറ നൃത്തങ്ങൾ എന്നൊക്കെ പറയും. ഇന്ന് അതിന് മധുരോത്സവം, അപ്പസ്തോലപുരത്തിന് മധുരോത്സവം എന്ന് പറഞ്ഞാൽ മതിലക്ഷണം കാണിക്കുന്ന ഭോഗാസക്തിയുടെ മാദകമായ ആസക്തി നമ്മളിൽ ജനിപ്പിക്കുന്ന, നഗ്നത കാണുന്ന അല്ലെങ്കിൽ നഗ്ന ശരീരത്തിൻ്റെ പ്രദർശനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളെ, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലങ്ങളെ, അതിൻ്റെ നിറങ്ങളെ, കളറുകളെ, അതിൻ്റെ ഡാൻസുകളെ, അതിൻ്റെ ചലനങ്ങളെ, ആ പാട്ടുകളെ എല്ലാം എന്താ കർത്താവ് ഭോഗാസക്തി വളർത്തുന്ന മാദകമായ വീഞ്ഞാണെന്നും അത് കുടിക്കുന്നവർ കർത്താവിൻ്റെ ശാപഗ്രസ്തമാണ്, അവർക്ക് 2 മരണം കർത്താവ് ഈ ഭൂമിയിൽ തന്നെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയ തിന്മയുടെ ഏതെങ്കിലും തിന്മ നമ്മൾ പിന്തുടർന്ന് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ശാപഗ്രസ്തം. എന്നാൽ വേറൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ എൻ്റെ അപ്പൻ അല്പം കഞ്ചാവ് കഴിക്കുന്ന ഒരാളായിരുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഉദാഹരണം പറയുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ അപ്പനത് കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീടി വലിക്കുകയാണ്. അപ്പോൾ ആ വീടി വലിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പാപമാണ്, തിന്മയാണത്. ഞാൻ വ്യക്തിപരമായിട്ടാണ് ആ തിന്മ ചെയ്യുന്നത്. അത് ശാപത്തിൻ്റെ പട്ടികയിലല്ല വരുന്നത്. മറിച്ച് എൻ്റെ അപ്പൻ ഉപയോഗിച്ച കഞ്ചാവ് തന്നെ അതേപോലെ തന്നെ ഞാനും കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ അതേ തിന്മ, പൂർവ്വപിതാക്കന്മാർ ചെയ്ത അതേ തിന്മ മക്കളോ പിന്തുടർന്ന് ചെയ്തതിനെയാണ് ശാപം എന്ന് പറയുക. അതാണ് ശപിക്കപ്പെട്ടത്. അതായത് പൂർവ്വപിതാക്കന്മാർ ചെയ്തു പോയപ്പോൾ എൻ്റെ അപ്പൻ വ്യഭിചാരം ചെയ്യുന്ന ആളായിരുന്നു, ഉടനെ ഞാനും വ്യഭിചാരം ചെയ്യുന്ന ആളായി, എൻ്റെ മക്കളും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോരുന്ന ആ തിന്മയ്ക്കൊരു മുറിവ് വരുന്നില്ല, തിന്മയെ നശിപ്പിക്കാൻ പറ്റുന്നില്ല, തിന്മയിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അങ്ങനെ പൂർവ്വപിതാക്കന്മാർ മുതൽ ചെയ്യുന്ന തിന്മകളിങ്ങനെ ഏറ്റെടുത്ത് തലമുറകളായിട്ട് മുന്നോട്ട് പോകുന്നതിനെ ശാപം എന്നാണ് പറയുക. അതിൻ്റെ ഒരു ഇടവേള വരുന്നില്ല, അതിന് മുറിയുന്നില്ല, അത് ചെയിനായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് പോരുക, അല്ല മുറിയാതെ ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ പോരുന്നത് ശാപം എന്ന് പറയും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, നിയമാവർത്തനം 27:11 മുതൽ നിങ്ങൾ മൊത്തം വായിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഇതിനകത്ത് ഏത് ആത്മാക്കൾ, പൂർവ്വപിതാക്കന്മാർ ഏത് ആത്മാക്കളാണ് എന്നിലുള്ളതെന്ന് കണ്ടെത്തി നമ്മൾ ആ ശാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല, വിട്ടുമാറിയില്ലെങ്കിൽ ആ ശാപം നമ്മൾ. പിന്നെ മറ്റൊന്ന്, പൂർവ്വപിതാക്കന്മാർ ചെയ്ത തിന്മകൾ അവർ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ തിന്മയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അതിൽ രക്ഷ നേടുന്നില്ല, രക്ഷ നേടാതെയാണ് അവർ മരിച്ചു പോയതെങ്കിൽ അവർ ചെയ്ത ആ തിന്മ നമ്മളെയും ബാധിക്കും. ആ തിന്മയുടെ ദുരാത്മ നമ്മളിലേക്കും വരും. അതുകൊണ്ടാണ് വെളിപാട് 18:3 പറഞ്ഞ് ആ തിന്മ മറ്റു ദുരാത്മാക്കളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, ആ ദുരാത്മാക്കൾ നമ്മളെ ബാധിക്കും. അപ്പോൾ നമുക്ക് രക്ഷ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ല, ഡൈവോഴ്സുകളുണ്ടാവും, സമൃദ്ധിയില്ല, ഐശ്വര്യമില്ല, പുരോഗതിയില്ല, സമ്പൽ സമൃദ്ധിയില്ല, സമാധാനമില്ല, ഒരു സംതൃപ്തിയില്ല, ഒരു പരസ്പര സ്നേഹമില്ല, ഒരു ആനന്ദമില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് അതിനെയാണ്. എന്നാൽ ഇതിനെല്ലാം കൂടി കർത്താവ് ഒരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് എത്ര വലിയ ശാപമുണ്ടെങ്കിലും, എത്ര വലിയ പൂർവ്വപിതാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും, വ്യക്തിപരമായ തിന്മയുണ്ടെങ്കിലും, ഞാൻ വ്യക്തിപരമായിട്ട് എന്തെല്ലാം തിന്മയും പാപം ചെയ്താലും എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ എന്തെല്ലാം വിഷയങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാലും അതിൽ നിന്ന് എല്ലാം രക്ഷ നേടാൻ, അതിൽ നിന്നെല്ലാം വിമോചനം കിട്ടാൻ, അതിൽ നിന്നെല്ലാം രക്ഷ നേടി, വിമോചനം നേടി, സമ്പൽ സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, വലിയ ആനന്ദത്തിലേക്ക്, വലിയ പുരോഗതിയിലേക്ക്,
വലിയ മഹത്വത്തിലേക്ക്, വലിയ പരിശുദ്ധാത്മ ഫലങ്ങളിലേക്ക്, വലിയ ആത്മീയ പ്രവർത്തനത്തിലേക്ക്, വലിയ സാമ്പത്തിക പുരോഗതിയിലേക്ക്, എല്ലാ വിധത്തിലും രക്ഷപ്പെട്ട് പുരോഗതിയിലേക്ക്, ആത്മീയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴി വിശുദ്ധ ഗ്രന്ഥത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൽ ഒരു കർത്താവ് വചനം പറഞ്ഞിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം മുതൽ നമ്മൾക്കിവിടെ വായിച്ചാൽ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ 1-ാമത്തെ തിരുവചനം മുതൽ വായിക്കാൻ പ്രിയപ്പെട്ടവർ. അതിങ്ങനെയാണ്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നിയമവും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരിയിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിഗ്രഹ ആരാധന. അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അല്പം പണിക്ക് പോകുന്നതോ, ചെറിയൊരു ജോലി സമ്പാദിക്കുന്നതോ, അല്പം പണം സമ്പാദിക്കുന്നതോ ഒന്നും നമ്മുടെ ഈ ഓരോ അവനവൻ്റെ രാജ്യത്ത് നമുക്കറിയാം. ഒരു 50 വർഷം മുമ്പ് പുറകോട്ട് നമ്മൾ നോക്കിയാൽ വിദേശ രാജ്യങ്ങളിലേക്കൊന്നും ആരും പോകുന്നില്ലായിരുന്നു. സ്വന്തം ഇവിടെ കന്നുകാലി വളർത്തുക, ആടുകളെ വളർത്തുക, പന്നി വളർത്തുക, കോഴി വളർത്തുക, റബ്ബർ വെട്ടുക, പറമ്പിൽ പണിയെടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് സുഖമായി 8-10 മക്കൾ ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴോ വിഗ്രഹങ്ങളുടെ പുറകെ പോയി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. അതിന് ആദ്യമേലം ഒന്ന് വായിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർ തിന്മ ചെയ്തു, അതിൻ്റെ അസ്വസ്ഥതകൾ വന്ന് മക്കളിലേക്ക് വന്നു, അല്ല തലമുറയിലേക്ക് വന്നു. എൻ്റെ മാതാപിതാക്കന്മാർ ചെയ്ത തിന്മ എന്നെയും പിടികൂടി. എന്തുകൊണ്ട്? അവർ തിന്ന മാങ്ങ തന്നെ ഞാനും തിന്നു എന്നുള്ളതിനർത്ഥം. അവർ മാങ്ങ തിന്ന് പല്ല് പൊളിച്ചെങ്കിൽ അതേ മാങ്ങ തന്നെ ഞാനും തിന്നുന്നു, അപ്പോൾ എന്നെയും പല്ല് പൊളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തിന്മ ചെയ്തെങ്കിൽ അതേ തിന്മ ഞാനും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവരിലെ ആ പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, പൈശാചികത, ആ ദുരാത്മാക്കൾ നമ്മുടെ അടുത്തേക്കും വന്നു കയറും. പിന്നെ എനിക്ക് രക്ഷയുണ്ടോ? ഇല്ല. അതൊരു കർത്താവ് പറയണം, മാതാപിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചെന്നുള്ള പഴമൊഴി അവിടെ നിൽക്കട്ടെ. കാരണം കർത്താവ് പറയുകയാണ്, പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. അതായത് തിന്മ ചെയ്യുന്നവൻ്റെ ജീവനാണ് നശിക്കുന്നത്. അതായത് വ്യക്തിപരമാണ് അവിടെ. ആര് തിന്മ ചെയ്യുന്നോ അവനാണ് ശിക്ഷിക്കപ്പെടുക. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഒരുവൻ നീതിമാനും നീതിയും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. അവൻ പൂജാരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജാരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാനയും ഇന്നത്തെ അവസ്ഥയിൽ പറയുമ്പോൾ നമ്മുടെ ദേവാലയത്തിലെ കുർബാനകളും ധ്യാനങ്ങളും ആരാധനകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ മറ്റു സ്ത്രീകളെ കല്യാണം കഴിക്കുക, അവരുടെ പൂജാരികളിൽ പോവുക, ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്ക് പോവുക, അവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക, ഇങ്ങനെയുള്ള പൂജാരികളുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പാടില്ല. കർത്താവ് പറയാണ്, ഒരു പൂജാരികൾ ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. നമ്മുടെ കത്തോലിക്ക സഭയുടെ വിഗ്രഹങ്ങൾക്ക് നേരെ. ഏതാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ വിഗ്രഹങ്ങൾ? ക്രിസ്തു അല്ലാതെ ബാക്കിയുള്ള എല്ലാം വിഗ്രഹങ്ങളാണ്. അത് മാതാവിൻ്റെ നൊവേന ആയിക്കോട്ടെ, ഗീറുസ് പുണ്യാളച്ചൻ്റെ തിരുനാളായിക്കോട്ടെ, യേശുപിതാവിൻ്റെ സെബസ്ത്യാനോസിൻ്റെ തിരുനാളായിക്കോട്ടെ, അതിൻ്റെ വിഗ്രഹങ്ങൾ, അതിൻ്റെ ആ പ്രതിമകൾ എടുത്തുകൊണ്ട് പോകുന്നതാകട്ടെ, അതിൻ്റെ ചെണ്ടമേളമാകട്ടെ, അവിടെ നടത്തുന്ന അവരുടെ മുമ്പിൽ വയ്ക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ നേർച്ച വസ്തുക്കളായിട്ട് കഴിക്കുന്നതാകട്ടെ, ഇതെല്ലാം എന്താണ്? പൂജാഗിരിയിൽ വെച്ചുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അതെല്ലാം തിന്മയാണ്, ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് കർത്താവ്. ഇതിനെന്താ പറയുന്നത്? വിഗ്രഹം നേരെ കണ്ണുയർത്തി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും നമ്മുടെ ഇന്നത്തെ ആധുനിക പണം വരാനുള്ള സംവിധാനത്തിലേക്കും നമ്മൾ നോക്കുകയോ കണ്ണുകളുയർത്തോ നോക്കുപോലും ചെയ്യരുത്. പിന്നെ പറയുന്ന അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചീത്ത പടങ്ങൾ കണ്ടിട്ട് അതിനകത്ത് നോക്കി അതിനകത്ത് ആസ്വദിക്കാൻ പാടില്ലെന്നർത്ഥം. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല, കടക്കാരൻ്റെ പടയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല, അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല, മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങൾക്കനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മേൽ ഒരു ശാപവും ഒരു അനർത്ഥവും ഒരു തിന്മയും ഒരു ശിക്ഷയും നമ്മുടെ നേരെ വരികയില്ല. എപ്പോൾ?
പുത്രൻ നിയമാനുസൃതവും. നമ്മൾ വായിക്കണം, ഒരുവൻ നീതിമാനും നിയമവും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുമാണെന്നിരിക്കട്ടെ. ഒരു പുത്രൻ, ഞാൻ എൻ്റെ അപ്പൻ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ നീതിയും ന്യായവും പ്രമാണവും അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ തൻ്റെ കൽപ്പന അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ, അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് ചെയ്യുന്നു. അതായത് ഈ പൂർവ്വപിതാക്കന്മാർ എന്തെല്ലാം തിന്മകൾ കാണിച്ചാലും ശാപഗ്രസ്തമാണേലും അവരെന്തെല്ലാം പൈശാചിത്യങ്ങളുടെ പ്രവൃത്തിയിൽ പോയിട്ടുണ്ടെങ്കിലും ഞാനെന്ന വ്യക്തി ഇതൊന്നും ചെയ്യാതെ ഞാൻ യേശുവിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നു, ഞാൻ കുർബാനകൾ സ്വീകരിക്കുന്നു, ധ്യാനത്തിന് പോകുന്നു, ധ്യാനിക്കുന്നു, കുമ്പസാരിക്കുന്നു, മറ്റുള്ളവരെ ധ്യാനത്തിന് കൊണ്ടുപോകുന്നു, മദ്യപാനികളെ അവരെ കൂട്ടിക്കൊണ്ട് ധ്യാനത്തിന് കൊണ്ടുപോകുന്നു, അതിന് അവർക്ക് പോകാനുള്ള പൈസ നമ്മുടെ കീശന്ന് അവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നിരന്തരം നന്മ പ്രവൃത്തികളും നീതിയും വിശുദ്ധിയും സത്യസന്ധതയുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ ഈ പൂർവ്വപിതാക്കന്മാരുടെ ഒരു ശാപവും തൊട്ടുകയില്ല, നമ്മുടെ അയൽവക്കത്തോടെ പോലും ഒരു ശാപവും പോവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? പിന്നെ ഈ അസ്വസ്ഥതകൾ എപ്പോഴാണ് നമുക്കിതെല്ലാം വരുന്നത്? പൂർവ്വപിതാക്കന്മാർ ചെയ്ത ഏതെങ്കിലും പാപമോ തിന്മയോ നാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ. ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇപ്പം വേറൊരു ഉദാഹരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു. എനിക്കറിയാവുന്നൊരു കേസാണ് പറയാം. അപ്പം എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളല്ല പറയാം, മറ്റൊരു സംഭവം പറയാം. എനിക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെ അപ്പൻ സ്വന്തം വീട്ടിൽ മദ്യം ചാരായം പാറ്റുമായിരുന്നു. അങ്ങനെ പാറ്റുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ അങ്ങ് മരിച്ചുപോയി. മരിച്ചു പോയി കഴിയുമ്പോൾ ആ മകന് സാമ്പത്തിക ശേഷി ഇല്ല വന്നപ്പോൾ ആ അപ്പൻ ചെയ്ത അതേ പ്രവൃത്തി വീട്ടിൽ തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് ചാരായം മാറ്റാൻ തുടങ്ങി, മദ്യം വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം എന്ത് ചെയ്തു, ഈ മകൻ അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഈ മദ്യം ഓവറായിട്ട് കഴിക്കുകയും ഒരിക്കലും അങ്ങനെ മദ്യം കഴിച്ച് അടുപ്പിനകത്തേക്ക് തന്നെ വീഴുകയും ചെയ്ത് പൊള്ളലേറ്റ് അദ്ദേഹം മരിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ മകൻ ഈ പ്രവൃത്തി വീണ്ടും ഏറ്റെടുത്തു. മൂന്നാമത്തെ തലമുറ വന്നു. അവനും എന്ത് ചെയ്തു, ഈ അപ്പനുണ്ടാക്കുന്ന പോലെ ഈ ചാരായം മാറ്റാൻ തുടങ്ങി. വീട്ടിൽ ചാരായം മാറ്റുക, അത് വിൽക്കുക, അത് കുടിക്കുക, അങ്ങനെ വന്നു. അപ്പോൾ ആ മകനും അപകടത്തിൽപ്പെട്ട് മരിക്കേണ്ടി വന്നു. അപ്പോൾ തലമുറയായിട്ട് പൂർവ്വപിതാക്കന്മാർ ചെയ്ത അതേ തിന്മ മക്കളുടെ മക്കളോ തലമുറകളോ ഏറ്റെടുത്താൽ ഇതിന് പറയാൻ പാരമ്പര്യമായിട്ട് ശാപഗ്രസ്തമായിട്ട് ഇങ്ങോട്ട് വരും. തിന്മ അതിൻ്റെ പരിപൂർണാവസ്ഥയിൽ ഈ എല്ലാ തലമുറയും ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ അപ്പനോ ചെയ്തിട്ടുള്ള ഒരു തിന്മയും ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നിരിക്കട്ടെ, അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് രക്ഷിക്കുന്നു. എസ്.കെ. പ്രവചനം 18 നിങ്ങൾ വായിച്ചാൽ അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേൽ ഒരു ശാപവും ഏൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതേ ഉള്ളൂ, നമ്മൾ വിശുദ്ധിയിലായിരിക്കുക, കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുക, കുമ്പസാരിക്കുക, ധ്യാനങ്ങളിൽ പോവുക, വിശുദ്ധ ബലി മുടങ്ങാതിരിക്കുക, മദ്യപിക്കുന്ന ആളെ കണ്ടെത്തി അവരെ ധ്യാനത്തിന് നമ്മൾ പറഞ്ഞു വിടുക, അതിന് കുറച്ച് പൈസ എടുത്ത് നമ്മളങ്ങോട്ട് കൊടുക്കുക, അനാഥരും ദരിദ്രരും വിധകളായിട്ടുള്ളവരുടെ ഭവനങ്ങളെ കണ്ടെത്തി രോഗികളെ കണ്ടെത്തി അവർക്ക് ചികിത്സിക്കാൻ പൈസ കൊടുക്കുക, മരുന്ന് മേടിക്കാൻ അരി മേടിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ പറ്റുകയും ചെയ്യുക. ഇങ്ങനെ നന്മയും നീതിയും വിശുദ്ധിയും കരുണയും ഹൃദയ അലിവും വിശുദ്ധിയും സത്യസന്ധതയും ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഒരുവിധ ശാപങ്ങളോ പാപങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ദുർമരണമോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുത്രൻ നിയമാനുസൃതവും നീതിയിലും വിശുദ്ധിയിലും പ്രമാണങ്ങൾ പാലിക്കുന്നതുമാണെങ്കിൽ അവൻ ഉത്തമനാണ്, അവൻ നീതിമാൻ, അവൻ ജീവിക്കും, അവനെ പിന്നെ ഒരു അനർത്ഥവും തുടങ്ങിയില്ല. അവൻ്റെ കുടുംബത്തിൽ ഡൈവോഴ്സ് ഉണ്ടാവുകയില്ല, അവന് ഗർഭചിത്രം ഉണ്ടാവുകയില്ല, കുഞ്ഞുങ്ങൾ സമൃദ്ധിയായിട്ടുണ്ടാകും, അവരുടെ മക്കളെല്ലാം പഠിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കും, സമൃദ്ധി ഉണ്ടാകും, നല്ല ഭവനം പണിയും, ആത്മീയമായിട്ട് അവൻ വളരെ പുരോഗതിയിലായിരിക്കും, അവൻ ധ്യാനശുശ്രൂഷ ചെയ്യും, മറ്റുള്ളവരെ ദൈവത്തിൽ ആനയിക്കും, അവൻ കർത്താവിൻ്റെ ഒരു വാതിലായിട്ട് മാറും. അവനിൽ കൂടെ അനേക ആയിരങ്ങൾ വചനം കേൾക്കാനും ധ്യാനിക്കാനായിട്ട് വരും. അവൻ വാതിലായി കർത്താവിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറ്റിവിടും. മദ്യപാനം നിർത്താൻ വേണ്ടി അവൻ കൂട്ടിക്കൊണ്ടുപോകും. ഇത് ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ അപ്പൻ്റെ അപ്പനോ ചെയ്ത എല്ലാ തിന്മകളും ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നുവെങ്കിൽ എന്നെ ശാപഗ്രസ്തമാണ്, 2 മരണം അവന് കൊടുക്കും. അതാണ് വെളിപാട് എന്ന് പറഞ്ഞത്. ഞാൻ വെളിപാട് ഗ്രന്ഥി പറഞ്ഞിട്ട് കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണണം. എന്താണത്? ഇതാണ് 2ാമത്തെ മരണം. അവന് മരണമാണ് ലഭിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരണവും നിദ്രയും
ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജീവിച്ചിരിക്കെ തന്നെ ഒന്ന് മരിക്കുകയും രണ്ടാമത്തെ മരണത്തെ ആദ്യത്തെ മരണത്തോട് ചേർത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്ത് മരിച്ചു പോകുന്നതാണ് മരണം. അവൻ പാതാളത്തിലേക്ക് എടുക്കപ്പെടും, അവൻ നീതിമാനല്ല, അശുദ്ധനാണ്. കാരണം ഈ ശാപഗ്രസ്തമായിട്ടാണ് മരിക്കുന്നത്. അവൻ്റെ കുടുംബത്തിൽ വന്ധ്യതയുണ്ടാവും, കുടുംബക്കലഹമുണ്ടാവും, ഡൈവോഴ്സ് ഉണ്ടാവും, അപകടങ്ങളുണ്ടാവും, ദുർമരണങ്ങളുണ്ടാവും, കേസുകളുണ്ടാവും, ഒരുപാട് അസ്വസ്ഥത. ശാപം, വ്യക്തിപരമായ പാപം വേറെ, ശാപം വേറെ. എന്നാൽ വ്യക്തിപരമായ പാപം തന്നെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത് അതേ തന്നെ ആവർത്തി ചെയ്താൽ അത് ശാപഗ്രസ്തമാണ്. അപ്പം ശാപമുണ്ട്. എന്നാൽ ശാപത്തെ മാറ്റാൻ, അസ്വസ്ഥതകളെ മാറ്റാൻ ഈ ഒരു വഴി, അതായത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമ്പോൾ മറ്റു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം, വിശുദ്ധി, ജ്ഞാനം, വിവേകം, സത്യസന്ധത, നീതിബോധം, ധ്യാനങ്ങൾ, കുർബാനകൾ, ആരാധനകൾ, ഏകദിന പരിപാടികൾ, വലിയ കുംഭസാരങ്ങൾ, അങ്ങനെയുള്ള ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നീതിയോടെ വിശുദ്ധിയോടെ യേശുവിൻ്റെ പിന്നാലെ പോയിക്കോ. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഭവനത്തിൽ തൊടുകയില്ല, ഒരനർത്ഥവും നിൻ്റെ ഭവനത്തിൽ തൊടുകയില്ല. അതിന് കർത്താവിനെ പറഞ്ഞു, അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമായ കർത്താവ് ലക്ഷ്യം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാട് 18:3 വരുമ്പോൾ എന്താ പറയുക? അശുദ്ധവും ബീവിൽസുമായ ഏതെങ്കിലുമൊക്കെ പക്ഷികളുടെ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിലോ ഭവനത്തിലോ കുടുംബാംഗങ്ങളിലോ വ്യക്തികളിലോ കടന്നുകൂടിയാൽ അവിടെ എന്തു സംഭവിക്കും? ഈ ആദ്യത്തെ പാപത്തിൻ്റെ തിന്മയുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രത്യേകിച്ചും നിയമാവർത്തന പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് പുത്രന്മാരും പുത്രികളും ഉണ്ടാവും, പക്ഷേ അവനെ നിനക്ക് കിട്ടിയില്ല, അവൻ വിദേശികളുടെ അടിമത്തത്തിലേക്ക്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ഇവിടുന്ന് വിട്ടുപോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നവർ? ഇനി അത് എന്താ ചെയ്യുന്നുള്ളത് എപ്പോഴാണ് തെളിയുന്നറിയോ പ്രിയപ്പെട്ടവരെ? അത് തെളിയും ഇനി 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ. അപ്പോൾ മനസ്സിലാവും നമ്മുടെ അവിടെ പോയി പൂർവികന്മാരായിട്ട് അവിടെ പോയി ചേക്കേറിയവർ, അവിടെ സെറ്റിലായവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും വിഷമിക്കുന്നതിന് അതിൻ്റെ പരിണതഫലം വലിയ ഭയാനകമായിട്ടാണ് കർത്താവ് ബൈബിളിൽ വെച്ചിരിക്കുന്നത്, വിശദീകരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. അതിൻ്റെ പരിണതഫലം അപ്പോഴേ മനസ്സിലാവുള്ളൂ, ഇപ്പോൾ മനസ്സിലാകില്ല. അതിനെ പ്രിയ സഹോദരങ്ങളെ, ശാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് കർത്താവ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതി വച്ചിട്ടുണ്ട്. അതിനുള്ള ജ്ഞാനവും ബോധ്യവും ബോധവും നമുക്കുണ്ടായിരിക്കണം, ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളിരുത്ത് പെട്ടുപോയി ചേർന്ന് നമ്മളിങ്ങനെ വട്ടക്കൊട്ട വെള്ളം കോരുന്ന വട്ടം കറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടത്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ മക്കളോ കുടുംബാംഗങ്ങളോ രക്ഷപ്പെടില്ല. നമുക്ക് സമാധാനം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല, ഉയർച്ച ഉണ്ടാകില്ല, പുരോഗതി ഉണ്ടാകില്ല. ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ എത്ര ഉണ്ടാക്കിയാലും അതെല്ലാം രോഗങ്ങളും അസ്വസ്ഥകളും പ്രശ്നങ്ങളുമായിട്ട് അത് 4 വഴിക്ക് പോയി കിട്ടും. ഒന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ? കടങ്ങളുടെ കടബാധ്യതയും. അതുകൊണ്ട് ഗുരുതരമായ പ്രശ്നത്തിൽ കൂടെ പോകും. എന്നാൽ ഇതിനെല്ലാം രക്ഷപ്പെടാൻ പുത്രൻ നിയമം വ്യക്തമായിട്ട് നമ്മളെ വചനം വായിക്കണം. വെളിപാടിൻ്റെ എസ്.കെ. പ്രവചനം 18-ാം അധ്യായം എടുത്ത് വായിക്കണം പ്രിയപ്പെട്ടു. അതിന് വ്യക്തമായിട്ട് കർത്താവിനോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേലിനെക്കുറിച്ച് ഉള്ള പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതിന് വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദൈവകർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേൽ ആവർത്തിക്കപ്പെടുകയില്ല. എന്താ ചെയ്യേണ്ടത്? ഒരുവൻ നീതിമാനും നീതിയെ ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആയാൽ മതി. അവൻ പൂജാരികളെ ഭക്ഷിക്കാതെ വിഗ്രഹങ്ങൾക്ക് തന്നെ കണ്ണുകൾ ഉയർത്താതെ ഇരുന്നാൽ അവൻ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവനാണ് നീതിമാൻ, അവൻ ജീവിക്കും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതിക്കുള്ള എന്താ പറയേണ്ടത്? ഹല്ലേലൂയ. അതിനെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു ശാപത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്തോ ചെയ്തിരുന്നാലും, എന്തെല്ലാം തിന്മ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു പോയാലും ദുർമരണം മരിച്ചു പോയാലും ആ ആത്മാക്കളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. നമ്മൾ വിശുദ്ധിയിൽ ഇതുപോലെ നീതിയോടെ ആണെങ്കിൽ. നമ്മൾ അനീതിയിലും അശുദ്ധിയിലും മദ്യപാനിയും പുകവലിക്കാരനും ദുർനടപ്പുകാരനും അത് കാണുന്നവനും ഇത് കാണുന്നവനും ആ കൂട്ടുകിട്ടും ഈ കൂട്ടുകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മൾ ഒരളിഞ്ഞു പൊളിഞ്ഞ് ചളവള ജീവിതം നയിക്കുന്നവനാണെങ്കിൽ അവൻ്റെ തലയിലേക്ക് സകല ശാപം വന്നു ചേരും. ആ കുടുംബവും ആ വ്യക്തിയും എന്നേക്കും നശിച്ച് തീർന്നു പോകും. രക്ഷപോയിട്ട് ശിക്ഷയുടെ അളവായിരിക്കും കൂടുക. രക്ഷ എന്ന് പറയുന്ന അല്പം പോലും ഇല്ല. അതിനെല്ലാം പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഉള്ളതാണ്. എന്നാൽ അതിന് രക്ഷപ്പെടാണ്ട് വഴികളും കർത്താവ് പറഞ്ഞതാണ്. അതിനാൽ ശാപം എന്നത് സത്യമാണ്, എന്നാൽ രക്ഷ എന്നത് അതിനേക്കാൾ പരമസത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിപാട് 18:3 നമ്മളിത് വായിക്കുന്നത് 2025 ഇരുന്നാണ് ഈ ശാപത്തെക്കുറിച്ച് പഠിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 2025 പഠിക്കുമ്പോൾ
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെയോ അല്ലെങ്കിൽ നിയമാവർത്തനത്തിലെയോ വന്നപ്പോൾ 5000 വർഷങ്ങൾക്ക് പുറകോട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ആ 5000 വർഷം പുറകോട്ടുള്ള വചനം ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ 2025 ഇരുന്ന് വായിക്കുമ്പോൾ വെളിപാട് 18:3 അതിൻ്റെ പൈശാചിക ബന്ധനം കിടക്കുന്നത്. പൈശാചിക ബന്ധനം അടയാളങ്ങൾ വഴി ഭൂവാസികൾ വഴിതെറ്റി അശുദ്ധവും ബീഭത്സമായ സകല പക്ഷി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കയറി അവളുടെ പാവങ്ങൾ ആകാശങ്ങളും കുമാരിയിരിക്കുന്നു. ആ പാവങ്ങളെല്ലാം നമ്മൾ കാണുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു, അതിന് പണം മുടക്കുന്നു. മൊബൈലിലൊക്കെ ഇടുന്ന പണത്തിന് നമ്മൾ കണക്ക് വെക്കണം കർത്താവിനുമ്പിൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരമുണ്ട്. അത് ആ കർത്താവിൻ്റെ ആ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെ പ്രിയ സഹോദരങ്ങളെ, ഈ ശാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് ഇനിയും വൈകിക്കൂടാം. ഇനി ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നമ്മൾ വൈകരുത്. നമ്മുടെ മുമ്പിൽ സമയവും ദിവസവും കാലങ്ങളും ഇല്ല എന്നോർത്തുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉത്തമമായ, ശക്തമായ, വിശുദ്ധമായ, പവിത്രമായ ഒരു കുമ്പസാരം എവിടെ കിട്ടുമോ അവിടെ പോയി കർത്താവിൻ്റെ മുമ്പിൽ വീണ്, യേശുവേ എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പൂർവ്വപിതാക്കന്മാർ വഴി വന്നുപോയ എല്ലാ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും എടുത്തു മാറണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ ജീവിച്ചുകൊള്ളാം. എന്നെ അവിടുന്ന് എൻ്റെ ശിരസിൽ അങ്ങ് കരം വെക്കണമേ. എൻ്റെ ഭവനത്തെ, എൻ്റെ മക്കളെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തെ അവിടുത്തെ സംരക്ഷണ കോട്ടയിൽ നിർത്തണമേ, അങ്ങോട്ട് തിരത്തോണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഇതിൻ്റെ ക്ലാസ്സിന് ബാക്കി തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ പറഞ്ഞ ആ പരിശുദ്ധാത്മാവ് എൻ്റെ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുമോ ഇല്ലയോ, എന്താണ് അതിനകത്ത് സത്യാവസ്ഥ. പൂർണ്ണത്തിലച്ചനെ ഇപ്പോൾ ഇന്ന് അദ്ദേഹം അയച്ചു തന്ന ആ ക്ലിപ്പിനകത്ത് ഉണ്ട്. എല്ലാവരും നൈറ്റ് വിജിലേക്ക് വരണം, വലിയ ആരാധന നൈറ്റ് വിജിൽ ഫുള്ളും നേരം വെളുക്കോളം കയ്യിൽ അങ്ങനെ അച്ഛൻ പറയുന്നത്. ഒരു മദ്യപാനി അദ്ദേഹത്തിൻ്റെ ഒരു നൈറ്റ് വിജിലിന് വന്നു. അന്ന് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം പൂർണ്ണമായിട്ടും മദ്യപാനം നിർത്തി. ശരിയാണ്, തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പ്രവർത്തിക്കും, ഉണ്ട്, ശരിയാണ്, അതൊക്കെ തെറ്റൊന്നുമല്ല, കറക്റ്റാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എങ്ങനെ നിലനിൽക്കും, എല്ലാം നിലനിൽക്കുകയില്ല. അതിന് നാളെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ക്ലാസ് വരുന്നതായിരിക്കും. അതിന് കർത്താവ് ഈശോ നമ്മെ ഓരോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.